ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അത് ലെബനോനിലെ ഹിസ്ബുള്ള തന്നെയാണ് എന്നുള്ള ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കന്മാരെയും അവരുടെ 2000-ഓളം പ്രവർത്തകരെയും കഴിഞ്ഞ ഒരു 10 ദിവസത്തിനിടയിൽ ഇസ്രായേൽ സേനയ്ക്ക് ഇവരെല്ലാം വധിക്കാൻ സാധിച്ചു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഈ വാർത്ത പുറത്തുവിടുന്നത് ഇസ്രായേലിന്റെ സൈനിക വിഭാഗം തലവൻ തന്നെയാണ്. എങ്ങനെയാണെങ്കിലും കഴിഞ്ഞ ഒരു 12 മാസമായിട്ട് ഇസ്രായേൽ പാലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ തരത്തിലുള്ള ഭീകരവേട്ട അത് ഒരു പൂർണ്ണമായിട്ട് വലിയ ഒരു വിജയത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അപ്പോഴാണ് ഇതിന് ഒരു വർഷത്തിന് അടുക്കുന്ന സമയത്ത് മറ്റൊരു അയൽ രാജ്യമായിട്ടുള്ള ലെബനോനിലെ ഭീകരവാദ പ്രസ്ഥാനവുമായിട്ട് കരയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ലോകം മുഴുവൻ ഈ ഒരു ഇസ്രായേലിന്റെ പ്രവർത്തനത്തെ വലിയ തരത്തിൽ പ്രശംസിക്കുന്നുണ്ട്. അത് ഭീകരവാദികളെ നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഇതിനോടൊപ്പം തന്നെ കേരളത്തിലെ കുറെ സുഡാപ്പി ഭീകരന്മാരെല്ലാവരും കൂടി ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നത് ഇസ്രായേൽ ഒരു ഭീകരവാദ രാഷ്ട്രമാണ്, ഇസ്രായേലിന്റെ പ്രവൃത്തി ലോകത്തെ മുഴുവൻ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും ബോധ്യപ്പെടേണ്ട ഒരു കാര്യം, ഭീകരവാദികളുടെ വലിയ തരത്തിലുള്ള ലക്ഷ്യം അത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇസ്രായേലിനെ പോലെ വലിയ രീതിയിൽ ടെക്നോളജിയും അല്ലെങ്കിൽ ലോകത്തെ ഒരു ചെറു രാഷ്ട്രം അമേരിക്കയോടൊപ്പം കിടപിടിക്കുന്ന തരത്തിലേക്കുള്ള സൈനിക സംവിധാനങ്ങൾ, ടെക്നോളജികൾ ഇതെല്ലാം ഉപയോഗിക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് വരുന്നു. അയൽ രാജ്യങ്ങളിൽ നിന്നുണ്ടാവുന്ന ഭീഷണികൾ പോലും നിസ്സാരമായിട്ട് അവർക്ക് നശിപ്പിക്കാൻ പറ്റുന്നു. ഇതൊക്കെ സഹിക്കാൻ പറ്റാത്ത ഈ കാട്ടർബി കൂട്ടങ്ങൾക്ക് പ്രധാനമായിട്ട് ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം നശിച്ചു കാണേണ്ടത് വർഷങ്ങളായിട്ടുള്ള അവരുടെ ആഗ്രഹമാണ്. 1947 മുതൽക്കേ തന്നെ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനൊക്കെ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും വലിയ രീതിയിൽ ഇതിനെ നശിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതി തന്നെയാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ. അത് ഇപ്പോഴും തുടരുകയാണ്. സൈനികരുടെ വലിയ രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം, ഈ ആത്മവിശ്വാസം ഒരു തരത്തിൽ പോലും താഴേക്ക് പോകാതെ കൃത്യമായിട്ട് ഭീകരവാദികളുടെ എല്ലാ തരത്തിലുമുള്ള വിഷയങ്ങളും പ്രതിരോധിച്ചുകൊണ്ട് വലിയ ഒരു നേട്ടം, യുദ്ധനേട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. യുദ്ധനേട്ടം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ യുദ്ധം ചെയ്ത് കണ്ടെത്തുന്ന സ്ഥലം അത് ആ രാജ്യത്തിനോട് തന്നെ ചേർത്തുകൊണ്ട് വലിയ ഒരു വികാസത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ്. അപ്പോൾ ഭീകരവാദികൾ എത്രത്തോളം വലിയ രീതിയിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ ചില പ്രദേശങ്ങൾ തങ്ങളുടെ തീവ്രവാദ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ അത് ഭാവിയിൽ ഇസ്രായേലിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇസ്രായേലിന്റെ നോട്ടവും. അത് പാലസ്തീനിലാണെങ്കിലും ഈ ലെബനോനിലാണെങ്കിലും ഇനി വരാനിരിക്കുന്ന യമനിലാണെങ്കിലും അതോടൊപ്പം തന്നെ സിറിയയിലാണെങ്കിലും എല്ലാം തന്നെ ഇതുപോലെയുള്ള കലാപരിപാടികൾ ഇനി തുടരെ നടത്താനുള്ള സാധ്യത തന്നെയാണ്. ഹിസ്ബുള്ളയ്ക്ക് വലിയ തരത്തിലുള്ള ഒരു നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിലാണ്. ഈ 10 വർഷത്തിനിടയിൽ ഇടയ്ക്കെങ്കിലും ഇസ്രായേൽ പലതരത്തിലുള്ള ഒരു ആക്രമണം ഈ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഹിസ്ബുള്ളയെ മാത്രം നോട്ടം വെക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 മാസമായിട്ട് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുള്ള ആക്രമണം ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. 60,000-ഓളം ആളുകളാണ് അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നത്. അപ്പോൾ ഹിസ്ബുള്ളയെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാതെ ഈ ജനങ്ങളെ അവിടെ പുനരധിവസിപ്പിക്കാനായിട്ട് സാധിക്കാത്തൊരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനുള്ള ഒരു ആദ്യ നടപടിയാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതുകൊണ്ടാണ് അവർ ആദ്യം വ്യോമമാർഗമുള്ള ആക്രമണങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം വലിയ രീതിയിൽ ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ കരയുദ്ധം ആരംഭിക്കുകയാണ്. ഈ കരയുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തലവനായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥാപക നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ഈ ഹസൻ നസ്രള്ളിയെ പോലും വധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടിലേക്ക് ഇവർക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട വിജയം. 62,000-ഓളം സൈനിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ സൈനികരുടെ എണ്ണം ഈ ഹിസ്ബുള്ള ഭീകരവാദികൾക്കുണ്ട് എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ ഇന്ന് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ 10 ദിവസം കൊണ്ട് 2000-ന് മുകളിൽ ഭീകരവാദികൾ കൊല ചെയ്യപ്പെട്ടു എന്നാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇസ്രായേൽ പുറത്തുവിടുന്ന ഒരു കാര്യം, ഭീകരവാദികൾ തങ്ങൾക്കെതിരെ നേർക്ക് നേരെ യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായി വരുന്നില്ല. ഇവർ ഇപ്പോഴും ബങ്കറുകളിൽ വലിയ തരത്തിൽ സുരക്ഷിതമായിട്ട്
കഴിയുകയാണ്. തങ്ങളെ കാണുന്ന സമയം മുതൽക്ക് തന്നെ തോക്കുമായുധങ്ങളെല്ലാം എടുത്തെറിഞ്ഞുകൊണ്ട് ഈ ബങ്കറുകളിൽ പോയി ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കൃത്യമായിട്ട് ബങ്കറുകൾ തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ നിരന്തരമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന സമയത്ത് അറിയാം ഈ ഭീകരവാദ കൂട്ടങ്ങൾക്കെല്ലാം തന്നെ വലിയ രീതിയിൽ ഭയമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത്. ഇപ്പൊ യമനിൽ നിന്ന് ഹൂത്തികൾ നിരന്തരമായിട്ട് മിസൈലുകൾ ആക്രമിക്കുക, അല്ലെങ്കിൽ മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ലോകത്തെ ഇസ്രായേലിനെ പിന്തുണക്കുന്ന പല രാജ്യങ്ങളുടെയും കപ്പലുകൾ ചെങ്കടലിൽ വെച്ചുകൊണ്ട് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് കലാപരിപാടികൾ കഴിഞ്ഞ ഒരു 3-4 മാസമായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനൊക്കെ കൃത്യമായിട്ട് ഹമാസിനെ ഒതുക്കി നശിപ്പിച്ചതിന് ശേഷം അടുത്ത ഒരു കലാപരിപാടി എന്നുള്ള രീതിയിലേക്ക് ലെബനോനിൽ ഹിസ്ബുള്ളയെ എങ്ങനെയാണോ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതേ ഒരു വിഷയം തന്നെ യമനിലെ ഹൂത്തികൾക്ക് നേരെയും ഇസ്രായേൽ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് വ്യോമാക്രമണം നടത്തുന്ന സമയത്ത് എവിടെ നിന്നാണ് ഇത്രയ്ക്ക് വലിയൊരു ആക്രമണം ഉണ്ടാകുന്നത് പോലും ഈ യമനിലെ ഹൂത്തി വിഭാഗങ്ങൾക്ക് അറിയാൻ സാധിക്കാത്ത തരത്തിലേക്കുള്ള വലിയ രീതിയിലുള്ള ആക്രമണമാണ്. യമനിന്റെ ചരിത്രത്തിൽ പോലും ഇതുപോലെയുള്ള ഒരു വലിയ ആക്രമണം അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ ശക്തമായിട്ടുള്ള തിരിച്ചടി ഒരേ സമയം പാലസ്തീനെതിരെയാണെങ്കിലും, വെസ്റ്റ് ബാങ്കിനെതിരെയാണെങ്കിലും, ലെബനോനെതിരെയാണെങ്കിലും, സിറിയക്കെതിരെയാണെങ്കിലും, യമനെതിരെയാണെങ്കിലും 5 രാജ്യങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് ഒരേ സമയം ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെയുള്ള ഭീകരവാദികളെ കൊലപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ മറ്റ് പശ്ചിമേഷ്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളൊന്നായിട്ടുള്ള, അല്ലെങ്കിൽ എണ്ണ വ്യാപാരത്തിൽ വലിയ രീതിയിലുള്ള പങ്കാളിത്തമുള്ള രാജ്യമായിട്ടുള്ള ഇറാൻ പോലും ഇപ്പോൾ ഇസ്രായേലിന്റെ പ്രവൃത്തി എന്തായിരിക്കും എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 150 മിസൈലുകൾ ഇസ്രായേലിലേക്ക് ഇറാൻ അയച്ചത്. ഇതിൽ ഭൂരിഭാഗവും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അതിൽ തട്ടിക്കൊണ്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല, ലോകത്തിന് മുന്നിൽ വിളിച്ച് കരഞ്ഞിട്ടും കാര്യമില്ല. ഇസ്രായേൽ കൃത്യമായിട്ട് ദിവസവും സ്ഥലവും കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഇതുപോലൊരു ആക്രമണം ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് നോക്കിയിരുന്നാൽ മാത്രം മതി. എന്താണെങ്കിലും ഇറാനെ സംബന്ധിച്ച് ഇറാന്റെ കഷ്ടകാലം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. ഇറാനെ വലിയ രീതിയിൽ തന്നെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയിലേക്ക് ഹമാസും ലോകത്തിലെ ഭീകരവാദ ഗ്രൂപ്പുകളും കൃത്യമായിട്ട് എത്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ എന്താണോ ലക്ഷ്യം വെച്ചിരുന്നത്, ഏത് സമയത്താണെങ്കിലും ഇറാനെതിരെ ഒരു യുദ്ധം മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അത്രത്തോളം വലിയ രീതിയിലാണ് ഇറാനിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെതിരെയുള്ള വികാരം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെ നിരന്തരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നമ്മൾക്കറിയാം ഇസ്രായേലിനെ പോലെയുള്ള ഒരു രാജ്യത്തിന് ഇത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു പൗരന്റെ ജീവന് പോലും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഇസ്രായേലിന് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണമെങ്കിൽ ഇതുപോലെയുള്ള ഭീകരവാദ ഗ്രൂപ്പുകളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കോംപ്രമൈസ് ഇവർ തയ്യാറല്ല. അപ്പോൾ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇറാനും ഇസ്രായേലിന്റെ അടുത്ത പുതിയ ഇരയാകാൻ പോവുകയാണ് എന്നുള്ളതിന്റെ വാർത്തകൾ തന്നെയാണ്. ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഇത് തന്നെയാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്താണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകാൻ പോകുന്നത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇറാന് മനസ്സിലാകും എന്താണ് ഇസ്രായേലിന്റെ മറ്റു രീതിയിലുള്ള ശക്തികൾ എന്നുള്ളത്. ഹമാസിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയകാര്യ നേതാവിനെ പോലും, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ആയുധത്തിന്റെ ഒരു ചൂടറിഞ്ഞത് ഇവരുടെ തലസ്ഥാന നഗരത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. ഹമാസിന്റെ ഈ പ്രധാനപ്പെട്ട നേതാവിനെ പോലും കൊന്ന് കളയുന്ന അവസ്ഥയായിരുന്നു. ഇസ്മായിൽ ഹനിയ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോവുക തന്നെയാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല.